സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ ശക്തി കുറയുന്നു. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് യെല്ലോ അലർട്ട്. കേരള തീരത്ത് പരമ്പരാഗത മത്സ്യബന്ധനത്തിന് ഇപ്പോൾ വിലക്ക് തുടരുന്നുണ്ട്. എൽനിനോ പ്രതിഭാസം കാലവർഷത്തെ സാരമായി ബാധിക്കുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചനവും മറ്റും നടത്തിയതാണ്. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും നമുക്ക് കാലവർഷവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സാരംഗ് സുധാകരൻ പങ്കുവെക്കും. സാരംഗ്, ആദ്യ ദിവസങ്ങളിൽ അതിശക്തമായ മഴയായിരുന്നു. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളെയാണ് കാര്യമായി ബാധിച്ചത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ശക്തി എല്ലായിടത്തും കുറയുകയാണ് അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം ഇതിനു മുൻപ് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു ഈ ഒരു മഴ ഇത്തവണ ശക്തി കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം എൽനിനോ പ്രതിഭാസം ഉള്ളത് കൊണ്ട് തന്നെ കാലവർഷത്തിൻ്റെ അളവ് കുറയാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അത് ശരിവെച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഇപ്പോൾ അലേർട്ട് അടക്കം വരുന്നത്. നമുക്കറിയാം, തുടക്കത്തിൽ ശക്തമായ മഴയായിരുന്നു. ജൂൺ ആദ്യവാരം അടക്കം നല്ല രീതിയിലുള്ള മഴ വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും കാര്യമായി ലഭിച്ചിരുന്നു. പിന്നീട് ഇപ്പോൾ ശക്തി കുറഞ്ഞു വരികയാണ്. പക്ഷേ അപ്പോഴും മത്സ്യബന്ധനത്തിനടക്കം വിലക്ക് തുടരുന്നുണ്ട്. പക്ഷേ മറ്റ് ചക്രവാത ചുഴിയും ഈ ഒരു ന്യൂനമർദ്ദം അടക്കമുള്ള കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്ത് വീണ്ടും മഴയ്ക്കുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഒറ്റപ്പെട്ട മഴ സംസ്ഥാനത്തുടനീളം ഉണ്ടാകും. ശക്തിയുള്ള ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് തന്നെയാണ്. പക്ഷേ കാലവർഷത്തിൻ്റെ ശക്തി കുറയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. അതിനൊപ്പം തന്നെ മഴയ്ക്കൊപ്പം തന്നെ കാറ്റുണ്ടാകാനുള്ളത്, അതായത് 40 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനുള്ളൊരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അല്ലാത്ത പക്ഷം മഴ അതിൻ്റെ ശക്തി കുറഞ്ഞു തുടങ്ങുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ, അതായത് അടുത്ത ആഴ്ചയോടുകൂടി വീണ്ടും ശക്തി പ്രാപിക്കുമുള്ളൊരു സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. പക്ഷേ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓരോ ദിവസവും വരുന്ന മുന്നറിയിപ്പുകൾക്ക് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. രഞ്ജിത്ത്, ഏതായാലും നമുക്ക് കാത്തിരിക്കാം കാലവർഷത്തിന്റെ ഇനിയുള്ള പോക്ക് എങ്ങോട്ടേക്കാണ്. പക്ഷേ അപ്പോഴും മത്സ്യത്തൊഴിലാളികൾക്കൊട്ടും ആശങ്ക നൽകുന്ന ഒരുപാട് ആശങ്ക നൽകുന്ന സാഹചര്യമാണ്. മത്സ്യബന്ധനത്തിന് ഇപ്പോഴും വിലക്ക് തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.